നമുക്ക് മലയാളികൾ നെഞ്ചോട് ചേർത്ത ഒരു കലാകാരൻ. സ്റ്റേജ്, മൈക്ക്, ആളുകൾ, ആവേശം എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെയാണ് ജീവിതം, അത് തന്നെയാണ് കരുത്ത്. ലോകം എത്ര മാറിയാലും ഒരു മൈക്ക് കയ്യിലുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ വന്ന് നമ്മളോട് സംസാരിച്ചാലും ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക്. ശരിക്കും ഈ കലാകാരൻ വാക്കുകൾ അനർഗള നിർഗളമായി ഒഴുകുന്ന മറ്റൊരു വേദിയിലേക്ക്, ദുബായിയുടെ മണ്ണിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു. ഇന്നിപ്പോൾ ഒരു നല്ല മികച്ച സംവിധായകൻ കൂടിയായി മാറി ഒരുപാട് ചിത്രങ്ങൾ നമുക്കായി സമ്മാനിച്ചു. ഇനിയും ഒരുപാട് വിജയ ചിത്രങ്ങളുടെ പണിപ്പുരയിലാണ്. ഗാനഗന്ധർവൻ നമുക്ക് നൽകി. ഇനിയും പുതിയ സിനിമകൾ, CBI 5, ഇതൊക്കെ നമ്മൾ കണ്ട കഥാപാത്രങ്ങളെ കണ്ട് കോരിത്തെരിച്ചിരിക്കുകയാണ്. പേര് ഞാൻ പറയാം, വീഡിയോയിൽ നമുക്ക് കാണേണ്ടതുണ്ട്. നമ്മുടെ സ്വന്തം രമേഷ് പിഷാരടി. രമേഷ് പിഷാരടി ചിരിയുടെ രാജകുമാരനാണ്. രമേഷ് പിഷാരടി ശൂന്യതയിൽ നിന്നും ഹാസ്യം സൃഷ്ടിക്കാൻ കെൽപ്പുള്ള കലാകാരൻ. കോമഡിയിൽ എന്നും ഒരടി മുന്നിൽ നടക്കുന്ന താരം. നിഷ്കളങ്കമായ ഫലിതമാണ് പിഷാരടിയുടെ ആയുധം. പരിഹാസ ശരങ്ങളോ കറുത്ത ഹാസ്യമോ ഇല്ലാതെ ആരെയും നോവിക്കാതെയുള്ള അവതരണം. അനുകരിക്കുന്നവരുടെ ഇടയിൽ ഈ വ്യത്യസ്തതയാണ് പിഷാരടിയെ വേറിട്ട് നിർത്തുന്നത്. തന്റെ ഹാസ്യത്തിന് വിധേയമാകുന്നവരെ കടന്നാക്രമിക്കാതെ, നോവിക്കാതെ, സ്നേഹത്തിന്റെ തൂവൽ സ്പർശത്താൽ താലോലിച്ച് നിഷ്കളങ്കമായ ഹാസ്യം അവതരിപ്പിച്ച് കയ്യടി നേടുന്ന ബുദ്ധിയുടെയും എളിമയുടെയും ലാളിത്യത്തിന്റെയും ആൾരൂപമാണ് രമേഷ് പിഷാരടി എന്ന പ്രതിഭ. കൗണ്ടർ നമ്പറുകളുമായി കോമഡി ഷോകളെ സമ്പന്നമാക്കുന്നതിൽ പിഷാരടിയുടെ സംഭാവന വലുതാണ്. ഒരു നിമിഷാർദ്ധത്തിനുള്ളിൽ ഒരു കോമഡി സൃഷ്ടിക്കാൻ സമർത്ഥനാണ് രമേഷ് പിഷാരടി. ടെലിവിഷനിലെ സ്റ്റാൻഡപ്പ് കോമഡിയിലൂടെ മലയാള സിനിമയിലേക്കെത്തിയ ഈ താരം സംവിധായകന്റെ മേലങ്കിയും അണിഞ്ഞു. സംവിധായകനായും നായകനായും സഹനടനായും നിറഞ്ഞാടുമ്പോൾ തന്നെ ടെലിവിഷന്റെ ചെറിയ സ്പേസിലും കോമഡികളും കൗണ്ടറുകളുമായി എത്തുന്നതിലും ഒരേപോലെ സംതൃപ്തി കണ്ടെത്തുകയാണ് രമേഷ് പിഷാരടി. മാസ്റ്റർ വിഷൻ ഇന്റർനാഷണൽ അവതരിപ്പിക്കുന്ന ഇൻഡോ-അറബ് ഗാല നൈറ്റിലേക്ക് ഹാസ്യത്തിന്റെ ഇളമുറ തമ്പുരാന് സ്വാഗതം. സ്വാഗതം ചെയ്യുന്നു മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരം രമേഷ് പിഷാരടി. എല്ലാവർക്കും നമസ്കാരം. കയ്യടിയാണെങ്കിൽ ആഞ്ഞടിക്കാൻ കേട്ടോ. ഇത് സൂക്ഷിച്ചു വെച്ചിട്ട് അടുത്ത പെരുന്നാളിന് അടിക്കാം എന്നൊന്നും വിചാരിക്കണ്ട. അടിച്ചാൽ തീർന്നു പോകുന്നൊരു സാധനമല്ല. ലോകത്തിൻ്റെ ഏത് നല്ല സ്ഥലത്തിലാണെങ്കിലും നമ്മളോടൊപ്പം ഉള്ള ആളുകൾ നല്ലതല്ലെങ്കിൽ നമുക്ക് ആ സ്ഥലം ആസ്വദിക്കാൻ പറ്റില്ല. ലോകത്ത് എത്ര മോശം സ്ഥലത്താണെങ്കിലും നമ്മളോടൊപ്പമുള്ള ആളുകൾ നല്ല ആളുകളാണെങ്കിൽ നമുക്കതൊരു നല്ല സ്ഥലമായി തോന്നും. എന്നാൽ ഒരു നല്ല സ്ഥലത്ത് നല്ല ആളുകളോടൊപ്പം ആയിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത്തരത്തിലൊരിടത്താണ് ഞാനിന്ന് നിൽക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വേദിക്ക് മുന്നിൽ എനിക്ക് മുന്നേ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയവർ, ഇനി വാങ്ങാനിരിക്കുന്നവർ, ഇവരുടെ എല്ലാം പ്രൊഫൈലുകൾ ഈ വീഡിയോ വാളിൽ ഇങ്ങനെ കാണുമ്പോൾ ആലോചിക്കുകയായിരുന്നു. ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് വീട് വെച്ച് കൊടുക്കുക, ആത്മവിശ്വാസം കൊണ്ട് മുന്നിലേക്ക് വരിക, ആയിരക്കണക്കിന് മരിച്ചുപോയവരുടെ ശരീരങ്ങൾ നാട്ടിലെത്തിക്കുക. ഇങ്ങനെ ഇവിടെയുള്ള ഓരോരുത്തരെയും നോക്കുമ്പോൾ അത്ഭുതം തോന്നുന്ന ചെയ്തികളാണ് ഇവരൊക്കെ ചെയ്യുന്നത്. പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകളെ, നല്ലത് ചെയ്യുന്ന ആളുകളെ അംഗീകരിക്കാനുള്ള വേദികളും അവസരങ്ങളുമൊക്കെ മൊത്തത്തിൽ കുറവാണ്. ഞാൻ വാർത്ത വായിക്കുന്ന അരുണും ലാലേട്ടനൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഇവരെക്കാളൊക്കെ, അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇവരൊക്കെ ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്ത് ആരും അറിയാതെ പോകുന്നതിന് പകരം ഏതെങ്കിലും ഒരു മൈക്കെടുത്ത് എന്തെങ്കിലും ഒരു വർഗീയത പറഞ്ഞ് പ്രശസ്തരായിക്കൂടെ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു. എളുപ്പമാണ്. ഒരുപാട് നല്ല കാര്യം ചെയ്യുന്ന ആളുകൾ, അവരോടൊപ്പം നമ്മളൊരു വേദിയിലായിരിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ്. വളരെ നന്ദി. ഈ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട നാമം റഫീഖ് എന്ന ആളുടെയാണ്. റഫീഖ് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാളാണ്. ഈ അടുത്ത കാലത്ത് ഒരു ഫിലിപ്പീനിയുടെ ബ്യൂട്ടി സലൂണിൽ പോയിട്ട് എന്തോ പറഞ്ഞു, പുള്ളി പിടിച്ച് മുടിയും സ്ട്രെയിറ്റ് ചെയ്ത് വിട്ടു. ഇപ്പം മുടി വെള്ളപ്പൊക്കത്തിൽ കൃഷിനാശം വന്ന പോലെ ഇരിക്കുക. റഫീഖ് അദ്ദേഹത്തിൻ്റെ ഇവൻ്റ് മാസ്റ്റർ വിഷൻ ഇൻ്റർനാഷണലാണ്. എനിക്ക് റഫീഖിനെ വർഷങ്ങൾ മുമ്പ് അറിയാം. റഫീഖ് നാട്ടിലായിരുന്നപ്പോൾ വന്നിട്ട് 7-8 വർഷമേ ഉള്ളൂ ഇവിടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനു മുമ്പ് നാട്ടിലും റഫീഖിന് ഇങ്ങനത്തെ പല പരിപാടികളുമൊക്കെ ഉണ്ട്.
അപ്പോൾ എൻ്റെ കല്യാണാലോചന വീട്ടിൽ തുടങ്ങിയതിന് ശേഷം പെണ്ണ് കിട്ടുന്നില്ല. കാരണം എൻ്റെ ജോലി മിമിക്രിയാണ്. അത് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ പെങ്ങൾക്ക് ഒരു മിമിക്രിക്കാരൻ്റെ ആലോചന വന്നാലും അച്ഛൻ ചിലപ്പോൾ സംശയിച്ചേനെ അവന് നോക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. അതുകൊണ്ട് എളുപ്പമല്ലായിരുന്നു. അങ്ങനെ എളുപ്പമല്ലാതിരിക്കുന്ന സമയത്താണ് പൂനെയിൽ നിന്നും എനിക്കൊരു കല്യാണാലോചന വരുന്നത്. പൂനെയിൽ നിന്ന് കല്യാണാലോചന വരുമ്പം പെണ്ണ് കാണാൻ പോകണമെങ്കിൽ എങ്ങനെയെങ്കിലും ഫ്ലൈറ്റൊക്കെ എടുത്ത് അങ്ങോട്ട് പോകണമല്ലോ. അവിടെ പോകണം, യാത്ര ചെയ്യണം, വരണം, ഒരുപാട് സൗകര്യങ്ങളൊന്നുമില്ല. പെണ്ണ് കാണാൻ പോകണോ വേണ്ടയോ എന്നൊരു സംശയത്തിൽ ഞാനിരിക്കുമ്പോഴാണ് ഈ റഫീഖ് എന്നെ ബോംബെയിൽ ഒരു പരിപാടി ഉണ്ടെന്നും പറഞ്ഞ് വിളിക്കുന്നത്. അങ്ങനെ റഫീഖിൻ്റെ പൈസയ്ക്ക് ബോംബെ പോയിട്ടാണ് ഞാൻ പെണ്ണ് കണ്ടത് എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഒരുത്തൻ അപകടത്തിൽപ്പെട്ടു എന്ന് പറയുമ്പോൾ കൈയടിക്കരുത്. ഒരുത്തൻ അവൻ്റെ വേദന പറയുകയാണ് ഇവിടെ ഇരുന്ന്. അപ്പം നിങ്ങളൊക്കെ കൂടെ കൈയടിച്ച് ആഘോഷിക്കുക എന്ന് പറയുന്നത് മര്യാദയുള്ള ഒരു കാര്യമല്ല. ഇന്നും എൻ്റെ ഭാര്യയുടെ മുഖം കാണുമ്പോൾ എനിക്ക് റഫീഖിൻ്റെ ഈ സ്ട്രെയിറ്റ് ചെയ്ത മുഖം ഓർമ്മ വരും. ഓരോ ദിവസവും ഞാൻ ഉറക്കമില്ലാത്ത രാത്രികളിൽ റഫീഖിനെ ഓർത്താണ് കിടക്കുന്നത്. എന്തിന് റഫീഖ് എന്നെ അന്ന് ആ ബോംബെ പരിപാടിക്ക് വിളിച്ചു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കാറുള്ളത്. അത് കഴിഞ്ഞും കുത്തിനോപിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ. കാരണം ഞാൻ വളരെ കുറച്ച് മാത്രം സംസാരിച്ച് പോകാൻ പാടില്ല. റഫീഖ് എന്നോട് പറഞ്ഞു, ഒരു കുറച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം കേട്ടോ. കാരണം നിങ്ങൾ പുരസ്കാരത്തിന് വരുന്നതാണെങ്കിലും നിങ്ങളിങ്ങനെയുള്ള വേദികളിൽ കയറിയും പറഞ്ഞും നിന്നും ചെയ്തുമൊക്കെ ആണല്ലോ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെയൊക്കെ കാണുമ്പോൾ ആളുകൾ പലതും പ്രതീക്ഷിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും തീരെ നന്ദി നമസ്കാരം എന്ന് പറഞ്ഞ് പോകാൻ എനിക്ക് അനുവാദമില്ലാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ചധികം സമയം എടുത്തുകൊണ്ട് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മുമ്പ് മനോജേട്ടൻ സംസാരിച്ചു. മനോജേട്ടൻ അവിടെ ഇരിക്കുമ്പം പെട്ടെന്ന് മനോജേട്ടൻ ഗോൾഡൻ വിസ കിട്ടിയിട്ട് ആ ബിസിനസ് ക്ലാസ്സിൽ വന്നിട്ട് പാസ്പോർട്ട് വെച്ചിട്ട് കയറിപ്പോയി എന്ന് പറഞ്ഞു. അപ്പം ഞാനവിടെ ഇരുന്ന് ആലോചിക്കുമായിരുന്നു, ഓണം വന്നാലും പെരുന്നാൾ വന്നാലും കോരന് എക്കണോമിക് ക്ലാസ്സിൽ തന്നെ കഞ്ഞി എന്നുള്ള കാര്യം. അത് ഈ എക്കണോമിക് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഞാൻ എത്രയോ തവണ നമ്മളൊക്കെ സ്ഥിരം പിന്നെ അല്ല. അപ്പോൾ അതിനകത്തും ഒരു ഭാഗ്യക്കേടുണ്ട്. ചില സമയത്ത് ഞാൻ എത്രയോ തവണ ഇവിടെ വന്നിട്ടുണ്ട്, ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എക്കണോമിക് ക്ലാസ്സാണ് കിട്ടുന്നതെങ്കിലും എനിക്ക് 54B 54A എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ടോയ്ലറ്റിൻ്റെ തൊട്ട് വാതിക്കലുള്ള കസേരയായിരിക്കും എപ്പോഴും കിട്ടുന്നത്. ഞാൻ അതൊന്ന് പുറകോട്ട് ചാരാൻ പോലും പറ്റില്ല. കാരണം ടോയ്ലറ്റിൻ്റെ ഭിത്തിയിൽ ഇടിച്ചിരിക്കുമായിരിക്കും ആ കസേര. നിവർന്നിരുന്ന് വേണം എല്ലാ തവണയും കൊച്ചി വരെ പോകാനും കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് വരാനും ഒക്കെ. അതുമാത്രമല്ല, ഫ്ലൈറ്റ് ഓടി കുറച്ച് ദൂരം കഴിയുമ്പം ഒരു റൗണ്ട് ഭക്ഷണമൊക്കെ പോയി കഴിയുമ്പോൾ ഈ അവിടെ ഒരു ക്യൂ സംജാതമാകും, ചെറുതായിട്ട് ടോയ്ലറ്റിൻ്റെ ക്യൂ. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ കസേരയെ കൈകുത്തി നിന്നിട്ടാണ് അവൻ്റെ വേദന മുഴുവൻ പ്രകടിപ്പിക്കുന്നത്. ഞാൻ ഇത് കണ്ടുകൊണ്ടാണ് രാത്രി മുഴുവൻ എല്ലാ ഫ്ലൈറ്റിലും ഇരിക്കുന്നത്. തിരിച്ചും നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴും ഈ പൈലറ്റ് എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ്, ഞാൻ കണ്ടിട്ടില്ല. ഇടയ്ക്ക് നമ്മൾ എമിഗ്രേഷൻ നിൽക്കുമ്പം ഒരു സായിപ്പും കുറച്ച് എയർ ഹോസ്റ്റസും കൂടി ഇങ്ങനെ പോകുമ്പോൾ ആരെങ്കിലും പറയും, പുള്ളിയാണ് നമ്മുടെ പൈലറ്റ്. അപ്പോൾ ഞാൻ നോക്കും, ചൂടുവെള്ളത്തിൽ മുഖം കഴുകിയ പോലെ ഒരാളിങ്ങനെ അതിൽ പോകുന്നുണ്ടാവും. ഇവരുടെയും അനൗൺസ്മെൻറ്റ് രസമുള്ള ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അതായത് കൊച്ചിയിൽ നിന്നോ കോഴിക്കോട് നിന്നോ എവിടുന്നെങ്കിലും ഈ ഫ്ലൈറ്റ് പുറപ്പെടുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്. അത് വളരെ രസമാണ്. നമ്മൾ ഫ്ലൈറ്റിലിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം അനൗൺസ് ചെയ്യും, Hi, I'm Captain John and we're flying to Dubai. Our flying hours will be 4 hours and 20 minutes. I hope you all will enjoy your flight. ഇതും കേട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ ഉറങ്ങി. അത് ദുബായിൽ എത്താറാവുമ്പം രാത്രി 2:30-3 മണിക്ക് ഈ ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ട് പിന്നെയും ഇതേ പൈലറ്റിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വരും. Hi, Captain John, we reached Dubai. The outside temperature is 48 degree. അപ്പോഴാണ് മനസ്സിലായ പുള്ളിയും കിടന്ന് ഉറങ്ങുമായിരുന്നു എന്നുള്ള കാര്യം. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമ്മൾ ഓരോ തവണയും ഇവിടെ എത്തുന്നു എന്ന് പറയാം. അങ്ങനെ ഇവിടെ കഴിഞ്ഞ എത്രയോ തവണകളിൽ വന്നു പോയപ്പോഴുള്ള നിങ്ങൾ ഓരോരുത്തരുടെയും അഗീതവുമായ സ്നേഹം, കയ്യടികൾ, പ്രോത്സാഹനം, അതെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് ഇതുപോലെ ഒരു അസുഖം വരികയും നമ്മളുടെ യാത്രകളെല്ലാം നിൽക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുമായിരുന്നു, ഇനി എപ്പോഴാണ് ഇങ്ങോട്ട് വരിക. ഞാനൊക്കെ ഏകദേശം ഈ ഇടയ്ക്കൊരു എണ്ണം എടുത്തപ്പോൾ ഒരു 3000-നടുത്ത് വേദികൾ കഴിഞ്ഞ 21 വർഷം കൊണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചിലവർ നിങ്ങൾ അന്നത്തെ സ്റ്റേജ് ഓർമ്മയില്ലേ, ഇന്നത്തെ സ്റ്റേജ് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. പക്ഷേ ചില ന്യൂ ഇയറിൻ്റെ വേദികൾ നമുക്ക് ഓർമ്മയുണ്ടാകും, ഇന്ന സ്ഥലത്താണ്. അത് ആകെ ഈ 21 വർഷത്തിൽ 21 എണ്ണമല്ലേ ഉള്ളൂ, ഓർമ്മയുണ്ടാകും. ചില ശിവരാത്രിയുടെ വേദികൾ നമുക്ക് ഓർമ്മയുണ്ടാകും. അതേപോലെ കോവിഡാനന്തരം ആദ്യമായി ഈ നാട്ടിൽ ഒരു ഷോയ്ക്ക് വരുന്നത് അല്ലെങ്കിൽ ഒരു വേദിയിൽ കയറുന്നത് മാസ്റ്റർ വിഷൻ്റെ റഫീഖിൻ്റെ ഈ ഷോയ്ക്കാണ്. അതുകൊണ്ട് ഈ ഷോ
എന്നും ഓർക്കും, എപ്പോഴും ഓർക്കും, വളരെ സന്തോഷത്തോടു കൂടി ഓർക്കും. അതിനെ വിളിച്ചതിന് നിങ്ങൾ ഓരോരുത്തരോടുമുള്ള അഗേതവുമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. നിങ്ങളൊക്കെ ഇവിടെ വരുമെന്നതും ടിക്കറ്റ് എടുക്കുന്നതും കൊണ്ടൊക്കെയാണ്, ഇങ്ങനെയുള്ള സ്പോൺസർഷിപ്പ് കൊണ്ടാണ്. ഇങ്ങനെയുള്ള ഷോ ഒന്നും ചെയ്ത് ഏതെങ്കിലും ഒരാൾ കോടീശ്വരനായ ചരിത്രമൊന്നും എവിടെയുമില്ല. ഇത്തരം ഷോകളുടെയൊക്കെ പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും അതിനോട് ഓരോ സമയത്തുമുള്ള ഒരു അഭിനിവേശം കൊണ്ടും താല്പര്യം കൊണ്ടും ഒക്കെയാണ് അവർ ഈ ഷോയിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ എന്നോട് പുള്ളി 1-2 ശബ്ദങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു. ഞാനാണെങ്കിൽ 2-3 വർഷമായിട്ട് ഈ പണി ഏകദേശം ഒതുങ്ങിയ ഒരു സെറ്റപ്പിൽ നിൽക്കുകയാണ്. അടുത്ത വെള്ളത്തിൽ കയറാം എന്നോർത്ത് അങ്ങനെ നിൽക്കുന്ന സമയമാണെങ്കിലും ഇവിടെയൊക്കെ കയറി ഇത്രയൊക്കെ നിൽക്കുമ്പം ഓരോന്നും ഓരോ അനുഭവമാണ്. ഇപ്പം എന്നെ ഫസ്റ്റ് തന്നെ വിളിച്ചത് മെൻ്റലിസ്റ്റാണ് സ്റ്റേജിലേക്ക് വിളിച്ചത്. അപ്പോൾ ഞാനൊന്ന് പേടിച്ചു പോയി. കാരണം പുള്ളി വലിയ ഷെയ്ക്കാൻ്റൊക്കെ തരുന്ന കൂട്ടത്തിൽ മനസ്സ് വായിച്ചിട്ട് എൻ്റെ ബാങ്കിൻ്റെ പിന്നെങ്ങാൻ പുള്ളിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, അല്ല പുള്ളി ഒന്നും പറ്റിച്ചുകൊണ്ട് പോകുമൊന്നുമില്ല, ഇത്രയും കുറവേ ഉള്ളല്ലോ എന്നുള്ള സത്യം ഇവൻ അറിയുമല്ലോ എന്നൊരു ടെൻഷൻ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. കാരണം ഒരിക്കൽ നാട്ടിൽ വെച്ചിട്ട് എന്നെ ഒരു മെൻ്റലിസ്റ്റ് സ്റ്റേജിലേക്ക് ഇതുപോലെ വിളിച്ചു. എന്നിട്ട് എൻ്റെ കണ്ണ് കെട്ടി എന്നെ ഒരു കസേരയിലിരുത്തി. അപ്പോൾ പെട്ടെന്ന് ഭയങ്കര ഒരു കൈയടി. അപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹം കാണിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പാവയുണ്ട്. ഈ പാവയുടെ ശരീരത്തിൽ എവിടെയോ ഇയാൾ സൂചി കൊണ്ട് കുത്തും. ആ കുത്തുമ്പോൾ എൻ്റെ ശരീരത്തിൽ എവിടെയാണോ ആ കുത്തിയ സ്ഥലം എനിക്ക് അവിടെ വേദനിക്കും എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഈ മോണിറ്ററിൽ ആരുടെയോ ശബ്ദം വരുന്നുണ്ട്. അപ്പം വേദനിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാനൊരു കസേരയിലിരുന്നു. പുള്ളി ഒരു പാവയായിട്ട് നിന്നു. പുള്ളി ഇങ്ങനെ ആ സൂചി എടുത്തിട്ട് പാവയുടെ പുറകെ ഇങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ മൂട്ടിലൊരൊറ്റ കുത്തി. ഈ സമയത്ത് ഈ കസേരയിൽ നിന്ന് എൻ്റെ ബാക്കിൽ ഷോക്ക് അടിപ്പിച്ചിട്ടെന്ന് പറഞ്ഞ് ഞാൻ ആൾക്കാർ മുഴുവൻ കൈയടിച്ചു. അപ്പോൾ ഓരോ മെൻ്റലിസ്റ്റ് സ്റ്റേജിലേക്ക് വിളിക്കുമ്പോഴും ഈ ഷോക്കിൻ്റെ ഓർമ്മയാണ് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം വിളിച്ചപ്പോഴും ഒന്ന് പേടിച്ചു പോയത്. ഇനി ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ശബ്ദം അനുകരിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ ഈ കോവിഡൊക്കെ വരുന്നതിന് മുമ്പ് വരെ ഏറ്റവും കൂടുതൽ അനുകരിച്ചിട്ടുള്ളത്, വേദികളിലൊക്കെ ചെയ്തിട്ടുള്ളത് ഉമ്മൻചാണ്ടി സാറിൻ്റെയൊക്കെ ശബ്ദമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം തന്നെയാണ് ഞാൻ ഇപ്പോഴും അനുകരിക്കുന്നത്. ഭീഷ്മപർവം എന്ന മമ്മൂക്കയുടെ സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ മൈക്കിളപ്പൻ എന്ന കഥാപാത്രം ഉമ്മൻചാണ്ടി സാറാണ് ചെയ്തിരുന്നതെങ്കിൽ അതിലെ ഒരു ഡയലോഗ് അദ്ദേഹം എങ്ങനെ പറയുമായിരുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ അടുത്ത കാലത്ത് പാർട്ടിയിൽ നിന്നും ചിലരൊക്കെ ഇങ്ങനെ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയും അതൊക്കെ ചില വിവാദമാവുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു, പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ 1-2 പേര് പുറത്തു പോയല്ലോ, ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പാലയിലുള്ളവര് പോയപ്പോൾ തന്നെ ഇതെന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അത് മാത്രം അങ്ങ് പോകട്ടെ എന്ന് വെച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോ കുറയ്ക്കേണ്ടവരുടെ എണ്ണം കൂടും. അപ്പോഴാണ് AK ആൻ്റണി സാർ ഡൽഹിയിൽ നിന്നും തിരിച്ചെത്തിയത്. അദ്ദേഹവും ഭീഷ്മപർവത്തിലെ ഒരു ഡയലോഗ് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും റിവെഞ്ചിന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റിവെഞ്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഒരു ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പറഞ്ഞു വിട്ടാൽ മതി. ഇതിപ്പോൾ ഡൽഹിക്കാര ജാവൂ എന്ന് പറയണം. താങ്ക് യു.